ശബരിമലയിലെ തിരക്ക് കൈവിട്ടതിൽ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത്. എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞിട്ട് ശബരിമലയിൽ ഒന്നും നടന്നില്ലല്ലോ എന്നായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ ചോദ്യം. വരുന്ന എല്ലാവരെയും മുകളിലേക്ക് കയറ്റിവിടുന്നത് തെറ്റായ രീതിയാണ്. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ സെക്ടറുകൾ തിരിച്ച് ഓരോ ഇടത്തും ഉൾക്കൊള്ളാവുന്നവരെ മാത്രം അനുവദിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് വന്നിരിക്കുന്നത്. അതേസമയം ഒഡീഷയിൽ നിന്നും ശബരിമലയിൽ എത്തിയെങ്കിലും തിരക്ക് കാരണം ദർശനം നടത്താനായില്ലെന്ന് ഭക്തർ പറയുകയാണ്. ഒഡീഷയിൽ നിന്നുള്ള MK ദാസ്, കിഷോർ കുമാർ ചൗധരി, കിഷോറിന്റെ ഭാര്യ എന്നിവരാണ് മടങ്ങിയത്. മടങ്ങും വഴി പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തിയാണ് ഇവർ മടങ്ങിയത്. കൃത്യമായ ക്രമീകരണങ്ങളും തീരുമാനങ്ങളും ഇല്ലാത്തതാണ് ശബരിമലയിലെ തിരക്കിന് കാരണമെന്ന് സംഘത്തിലുള്ള MK ദാസ് പറഞ്ഞു. പോലീസ് സംവിധാനത്തിന് കാര്യങ്ങൾ വേണ്ടവിധം ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ലെന്നും ഒഡീഷ സംഘം കുറ്റപ്പെടുത്തി. For which the people the pilgrims are deprived of getting the blessings of Lord Ayyappa Swami. And in my opinion, there is no proper lack of administration, and the police also not sincere. They have not taken advanced precautionary steps for which these things are happened. And we are from Orissa. We have come, and when we deprived our puja, we performed our puja here. അതേസമയം ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കാൻ ആകാതെ മടങ്ങിയവരെ പോലീസ് തിരികെ വിളിച്ച് ദർശനത്തിന് സൗകര്യം ചെയ്ത് നൽകുകയും ചെയ്തു. വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വരുന്ന എല്ലാവർക്കും ദർശനം സാധ്യമാക്കും എന്നും ADGP ശ്രീജിത്ത് പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസാണ് ദർശനം നടത്താനാകാതെ മടങ്ങിയ കൊല്ലം പാരിപ്പള്ളി എന്നുള്ള സംഘത്തിന്റെ വാർത്ത പുറത്തുവിട്ടത്. അവരുടെ പ്രതികരണം, ADGPയുടെ പ്രതികരണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരാൾ പോലും ഇവിടെ വന്ന് ദർശനം കിട്ടാതെ മടങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വെർച്വൽ ക്യൂ പാസ്വേഡ് കൂടി വരുന്ന ഒരാൾക്കും ദർശനം കിട്ടാതെ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഹൃദ്രോഗികളാണ്, അതുകൊണ്ടാണ് അവർക്ക് നിൽക്കാൻ പറ്റാതെ പോയെന്നാണ് എന്നോട് പറഞ്ഞത് പ്രാഥമികമായിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവസരം കൊടുക്കും. സന്തോഷമായി സാറേ, ഒരുപാട് സന്തോഷം. പേടിച്ച് വിഷമിച്ച് ഞങ്ങൾ പോവാൻ ഭാവിച്ചാണ് സാറേ. ഞങ്ങൾക്ക് ഈ തവണ അയ്യപ്പനെ കാണാൻ പറ്റൂലെന്നുള്ള സങ്കടത്തിൽ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോകാൻ ഭാവിച്ച ഞങ്ങളാണ്. ഒരുപാട് സന്തോഷം സാറേ, ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് ഞങ്ങൾക്ക് തൊഴാൻ പറ്റുമെന്ന്. അതേസമയം മുന്നൊരുക്കങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിയിരുന്നില്ല എന്ന് മാതൃഭൂമി ന്യൂസിലൂടെ സമ്മതിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുമെന്നും ജയകുമാർ പറഞ്ഞു. മുന്നോട്ടുള്ള പോക്കിനാണ് ഇനി ശ്രദ്ധയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. ആളുകൾ മടങ്ങിപ്പോകുന്നത് വളരെ സങ്കടകരമാണ്. ഭഗവാനെ കാണാൻ വന്നിട്ട് ഭഗവാനെ കണ്ടു തന്നെ പോകണം. അത് കാണിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് ബോർഡിൻ്റെ ജോലി. അതിനകത്ത് എന്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുമ്പോട്ട് പോകും. വിതിൻ 2-3 ഡേയ്സ് ഇതിൻ്റെ ഒരു ക്രമീകരണം പൂർത്തിയാവും. അത് ഈ ക്യൂ കോംപ്ലക്സുകൾ പ്രയോജനക്ഷമമാവുന്നതോടുകൂടി ഉണ്ടല്ലോ, ആളുകൾക്ക് സുഖകരമായി അവിടെ ഇരുന്നും കിടന്നും ഭക്ഷണം കഴിച്ചും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടവിടെ. അത് ഉപയോഗിക്കുന്നില്ല, നിർഭാഗ്യകരമാണത്. അത് ചെയ്യും. അത് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ വിഷയം നമുക്ക് പരിശോധിക്കാം. ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്, കണ്ണൻ നായർ ശബരിമലയിൽ നിന്നും ചേരുന്നുണ്ട്, R. അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും തിരുവനന്തപുരത്ത് നിന്നും തത്സമയം നമ്മോടൊപ്പം ചേരും. ബിനിൽ, പൊറുക്കാനാകാത്ത, നീതീകരിക്കാനാകാത്ത പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് ശബരിമലയിൽ എന്നുകൂടി കോടതിക്കൂടി ബോധ്യപ്പെടുകയാണോ? കാരണം സർക്കാരിൻ്റേത് തൊടുന്യായങ്ങളാണ് എന്ന് വ്യക്തമാവുകയാണോ? കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ പഴിചാരിക്കൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കമടക്കം പൊളിക്കുന്ന ഒരു സമീപനമാണോ ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്? എത്രത്തോളം ജാഗ്രത എടുക്കണം മുൻ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെ ശബരിമല പോകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ബിനിൽ, പ്രതീക്ഷ, എന്തായാലും സർക്കാരിനും ദേവസ്വം ബോർഡിനും കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഹൈക്കോടതിക്ക് വ്യക്തമായത്. കാരണം കോടതിയിലെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു പോയി. ഇന്ന് പക്ഷേ അതെല്ലാം തിരുത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായതാണ്. കോടതി ചോദിച്ചത്, നിങ്ങളിവിടെ പറഞ്ഞിട്ട് പോയതൊന്നുമല്ലല്ലോ അവിടെ കണ്ടത് എന്ന ചോദ്യം ഇന്ന് ദേവസ്വം ബെഞ്ചിന് ഉന്നയിക്കേണ്ടി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയിലെ തിരക്ക് അത് നിയന്ത്രിക്കുന്ന സംവിധാനം കാലാകാലങ്ങളിലായി ഇത് ഒരു ചട്ടപ്പടി പോലെ നടന്നു വരികയാണ്. ഇന്ന് ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു കൃത്യത വരുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൃത്യമായും കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു, ഈ ഇവിടുത്തെ തിരക്ക് നിങ്ങൾ ശാസ്ത്രീയമായി നിയന്ത്രിക്കണം. ഇതുവരെ അങ്ങനെ ഒരു നിയന്ത്രണമല്ല ശബരിമലയിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ കാലാകാലങ്ങളിലായി ഈ വിർച്വൽ ക്യൂ വന്നതിന് ശേഷവും
ഈ വിർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ കൃത്യമായ തീയതികൾ അവിടെ പാലിക്കപ്പെടുന്നില്ല. ഒരു ടിക്കറ്റുമായി വന്നാൽ ആരെയും കയറ്റിവിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് ശരിയല്ല എന്ന രീതിയിലേക്കാണ് കോടതി ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഒരു വിർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ സമയമൊക്കെ ചിലപ്പോൾ മാറിപ്പോയിരിക്കും. പ്രത്യേകിച്ച് ഒരു കാനന ക്ഷേത്രമാണ് ശബരിമല. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നടന്നെത്താൻ എല്ലാവർക്കും ഒരേ സമയത്ത് എത്തണമെന്നില്ല. രാവിലെ 7 മണിക്ക് ഒരാൾ വിർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ 7 മണിക്ക് ചിലപ്പോൾ എത്തണമെന്നില്ല. ചിലപ്പോൾ 3, 4, 5 മണിക്കൂർ ചിലപ്പോൾ വൈകിപ്പോയെന്നിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കോ മറ്റോ വന്ന വാഹനം കൃത്യമായി എത്താതെ വന്നാൽ അതിനനുസരിച്ചും വ്യത്യസ്തമായ സമയത്ത് എത്തിയെന്നിരിക്കാം. പക്ഷേ അതൊന്നുമല്ലാതെ ആ തീയതി പോലും മാറിയ ആളുകൾ വരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശബരിമലയിൽ നടക്കുന്നു എന്നതാണ് ഇന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചത്. ഇന്നലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ സ്ലോട്ട് മാറി വന്നത് ഏതാണ്ട് 30,000-ത്തിലധികം പേരാണെന്നാണ് സർക്കാർ പറയുന്നത്. അതൊക്കെ കൊണ്ടാണ് ഹൈക്കോടതി ഇന്നൊരു കൃത്യത വരുത്തിയിരിക്കുന്നു. നിങ്ങൾ സെക്ടറുകളായി തിരിക്കണം ശബരിമലയെ. അതായത് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ 5 or 6 സെക്ടറുകളാക്കണം. ആ സെക്ടറുകളിൽ ഓരോന്നിലും എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നത് ആദ്യം കണക്കാക്കണം. ആ കണക്കിനനുസരിച്ച് വേണം ശബരിമലയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശബരിമലയിലെ 18ാം പടി വഴിയാണ് നമ്മൾ ഇരുമുടിക്കെട്ടുമായി കയറുന്നത്. 1 മിനിറ്റിൽ എത്ര അയ്യപ്പന്മാർക്ക് ഈ ശബരിമല 18ാം പടി കയറാൻ കഴിയുമെന്നത് കൃത്യമായൊരു കണക്കുണ്ട്. ഒരു 90ഒക്കെയാണ് സാധാരണ നിലയിൽ കയറ്റിവിടാൻ കഴിയുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ പരമാവധി 5400 പേരെയാണ് ഈ 18ാം പടി വഴി കയറ്റിവിടാൻ കഴിയുന്നത്. ആ കണക്കൊക്കെ വെച്ചാണ് ഒരു 90,000 പേർ ഒരു ദിവസം വന്നാൽ സുഖമായി ദർശനം നടക്കും എന്നൊരു കണക്ക് ദേവസ്വം ബോർഡിന് മുന്നിലുള്ള. പക്ഷേ ഈ 90,000 പേരും ഒരുമിച്ച് വന്നാൽ ഒരു കാരണവശാലും അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ സ്പിൽ ഓവറുകൾ വരും. അതായത് തലേ ദിവസം അവിടെ എത്തി ദർശനം കിട്ടാതിരിക്കുന്നവർ രാവിലെ അവരുണ്ടാകും. അവർക്ക് ഒപ്പം തന്നെ ഇവരുമൊക്കെ തന്നെ ഒരുമിച്ച് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് കൃത്യമായും നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ സെക്ടറുകളാക്കി അയ്യപ്പന്മാരെ കയറ്റിവിടുക എന്ന് കൃത്യമായും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിന് കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിന് മുന്നിലില്ല. ഇന്ന് ആവർത്തിച്ച് കോടതി ചോദിച്ചതും ആ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇനി സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം താഴെ നിന്ന് അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റിവിടുക, അതാണ് കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കോടതിയുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കോടതിയുടെ ഇടപെടലിന് മുന്നിൽ ഈ സർക്കാരിൻ്റെ പൊള്ളയായിട്ടുള്ള വാദങ്ങൾ, ഈ തിരഞ്ഞെടുപ്പ് കാലമാണ്, തിരഞ്ഞെടുപ്പിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, വിജ്ഞാപനമൊക്കെ വന്നു, അങ്ങനെ ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴുണ്ടാകുന്ന അനിശ്ചിതത്വം എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല. ഒരു മണ്ഡലകാലം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ മാസം മുതൽ ശബരിമലയിൽ അടുത്ത സീസണിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് കൂടിയാലോചിക്കേണ്ട സംവിധാനങ്ങൾ വരുത്തിയ പിഴവെണെന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെടുമ്പോൾ ശബരിമലയിലേക്ക് നമുക്ക് പോകാം, സന്നിധാനത്തേക്ക് പോകാം. കണ്ണനായർ, ഇപ്പോൾ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത് തിരക്കുമായി ബന്ധപ്പെട്ട്? തിരക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ 13-ാം തീയതി അവരുടെ ദൗത്യം പൂർത്തിയാക്കി പൊടിയും തട്ടിപ്പോയി. 15-ാം തീയതി പുതിയ ഭാരവാഹികൾ വന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും പുതിയ മെമ്പറും സ്ഥാനമേറ്റെടുത്തു. പക്ഷേ അവർക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. കാര്യം 16-ാം തീയതി നട തുറക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. ദേവസ്വം ജീവനക്കാരുടെയും താൽക്കാലിക ജീവനക്കാരുടെയും മെസ്സ് അതിൻ്റെ കരാർ കൊടുത്തത് 16-ാം തീയതിയാണ്. അതായത് നട തുറക്കുന്ന ദിവസമാണ്. എങ്ങനെയാണ് 16-ാം തീയതി കരാർ കൊടുത്തു കഴിഞ്ഞാൽ ആ കരാറുകാരന് ഇവിടേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുമായി ഇവിടേക്ക് എത്താൻ സാധിക്കുക? ആ ദേവസ്വം മെസ്സിൽ ജീവനക്കാരും അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് വരുന്ന ജീവനക്കാരും ഒക്കെ തന്നെ പരസ്പരം ഭക്ഷണത്തിന് വേണ്ടി വഴക്കിടുന്ന ഒരവസ്ഥ പോലും അവിടെയുണ്ട്. രണ്ടാമത്തേത്, പല കോംപ്ലക്സുകളിലും പല മുറികളിലും വെളിച്ചമില്ലാത്ത അവസ്ഥയുണ്ട്. പല ശൗചാലയങ്ങളും വൃത്തിയില്ലാത്ത അവസ്ഥ. കാര്യം ശൗചാലയങ്ങൾ വൃത്തിയാക്കാൻ 350 പേരെയാണ് നിയോഗിച്ചത്. അതിൽ 150 പേരെ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. അവസാനം ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ശൗചാലയം ശുചീകരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു. ഇതൊക്കെ മണ്ഡലകാലം വരുമെന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു. ഏറ്റവും എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്യാൻ പമ്പയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് മരക്കൂട്ടം വരെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം വിതരണം ചെയ്യാൻ 350 പേരെ നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിന് പോലും മുൻ ദേവസ്വം ബോർഡ് തയ്യാറാവാതെ പോയി എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാര്യം അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കേണ്ടതാണ്. മണ്ഡലകാലം വരും, എത്രയും ഭക്തർ വരുമെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മുൻ ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. ഇതെല്ലാം കൂടി പുതിയ ദേവസ്വം ബോർഡ് തലയിലേക്ക് വെച്ച് കെട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരക്ക് ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ തിരക്ക് വരും ദിവസം കൂടാതിരിക്കാൻ വേണ്ടിയുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ സെക്ടറുകളായി തിരിച്ചുള്ള നടപടിയാണ് ആവശ്യം.
ശരി, ബിനിലും ഒപ്പം ശബരിമലയിൽ നിന്നും കണ്ണൻ നായരുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഗൗരവത്തോടുകൂടി ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുക. ആ ശാസ്ത്രീയ മാർഗങ്ങൾ ഉണ്ടായിട്ടുകൂടി നിലവിൽ എന്തുകൊണ്ട്? കാരണം ഒരു ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരടക്കം ഉള്ള ഒരു സ്ഥലത്ത് പാളിപ്പോകുന്നുണ്ടെങ്കിൽ അത് നിസ്സാരവൽക്കരിച്ച് ലാഘവത്തോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡായാലും പോലീസായാലും ഒക്കെ തന്നെ നിരനിരയായിട്ട് കിടക്കുന്ന എല്ലാ സിസ്റ്റവും അവിടെ പാളി, സിസ്റ്റം ശബരിമലയിലും പാളി എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഈ വിഷയത്തിൽ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ നമുക്ക് തേടാൻ കഴിയുമെന്ന് കൂടി പരിശോധിക്കാം. എന്നോടൊപ്പം അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും ചേരുന്നുണ്ട്. അനന്തൻ കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിൽ നിന്നും ദർശനം കഴിഞ്ഞ് ഇറങ്ങിയത്. അവിടുത്തെ സ്ഥിതി, ആ ക്രൗഡൊക്കെ കണ്ട് നേരിട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്. കാരണം 4000 പേർക്കൊക്കെ നിൽക്കാവുന്ന ഒരിടത്താണ് 10-20,000 ആളുകളെയൊക്കെ തന്നെ കയറ്റിവിട്ട് അവിടെ വലിയൊരു ക്രൗഡ് ഉണ്ടാകുന്നത്. ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം അങ്ങനെ ഒരു തിരക്കിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ അയ്യപ്പ സംഗമം കോടികൾ ചെലവാക്കിയാണ് നടത്തിയത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്തായിരുന്നു? ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണമെന്ന് പുറത്ത് നടക്കാൻ വന്ന ആളുകളുടെ നിർദ്ദേശം, പരിണതപ്രജ്ഞരായ ആളുകളൊക്കെ തന്നെ രേഖകൾ തയ്യാറാക്കുന്നു. എന്നിട്ട് കൂടി എന്താണ് സംഭവിച്ചത് ശബരിമലയിൽ? പ്രജീഷ്, ഈ ശബരിമല സന്നിധാനത്തെ തിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ മാത്രമല്ല ചർച്ചയായിട്ടുള്ളത്. ആദ്യമായിട്ടല്ല ശബരിമലയിൽ ഈ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നത്. ശബരിമല എല്ലാ സീസണിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് നിയന്ത്രണാതീതമായ തിരക്ക് വരാറുമുണ്ട്. ഇത്തവണ അത് വൃശ്ചികം 1-ാം തീയതി തന്നെ ആ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ തിരക്ക് മുൻകൂട്ടി അറിയാൻ നമ്മളുടെ ദേവസ്വം, അതുപോലെ തന്നെ ശബരിമല ഏകോപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരാജയം. കാരണം പ്രശാന്തിനറിയാം, നമ്മൾ ശബരിമലയിൽ പോകാൻ, ഞാൻ ഈ വർഷം വൃശ്ചികം 1-ാം തീയതി ശബരിമല പോകാൻ വേണ്ടി വ്രതമെടുത്ത് തുടങ്ങിയ ആളാണ്. അപ്പം ഇന്ന ദിവസമാണ് ശബരിമലയിൽ വിർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിക്കുന്നത് എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു. അന്ന് നമ്മൾ കാത്തിരുന്നു. ബുക്ക് ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റ് എടുക്കുമ്പം ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയിൽ തൽക്കാൽ ബുക്കിങ്ങിന് രാവിലെ കാത്തിരിക്കുമല്ലോ, ഒരു നിശ്ചയ സമയമാണ് നമുക്ക് തരുന്നത്. ആ സമയത്ത് എങ്ങനെയാണോ നമ്മൾ ആ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ നിന്നൊരു അനുഭവം ഉണ്ടാകുന്നത്, സെയിം അനുഭവമാണ് ശബരിമല വിർച്വൽ ക്യൂ ബുക്കിങ്ങുമായിട്ട് ആ ദിവസം അനുഭവപ്പെട്ടത്. പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് ആ ലോഗിൻ നമുക്ക് ലഭിച്ചത്. ലോഗിൻ ലഭിച്ച് നോക്കുമ്പോൾ തൽക്കാൽ ട്രെയിൻ ബുക്കിംഗ് പോലെ തന്നെ ഫുൾ ബുക്കിംഗ്. അതായത് നവംബർ മാസത്തിലെ 1, 2, 3 ദിവസം ഒഴിച്ച് മുഴുവൻ റദ്ദായി. ഇപ്പം ഞാൻ നോക്കുമ്പം ഡിസംബർ വരെയുള്ള, ഡിസംബർ 10, 9 വരെ, ആദ്യത്തെ വീക്ക് വരെയുള്ളത് റദ്ദായി. അപ്പോൾ നട തുറക്കുന്നതിന് ഒരാഴ്ച മുൻപേ അല്ലെങ്കിൽ 2 ആഴ്ച മുൻപേ വിർച്വൽ ക്യൂ ബുക്കിംഗ് നവംബർ മാസത്തിൽ റദ്ദാവുമ്പോൾ നമ്മുടെ അധികൃതർക്ക് അറിയാമല്ലോ, പോലീസിനടക്കം അറിയാമല്ലോ, വലിയ ബുക്കിംഗ് വന്നിരിക്കുന്നു. അപ്പോൾ തിരക്ക് അവിടെ ആനന്ദ ഒരു കാര്യം ചോട്ടെ. കാരണം കാലാകാലങ്ങളിലായി അവിടെ പോലീസ് സംവിധാനം, അല്ല SO ശബരിമല സ്പെഷ്യൽ ഓഫീസർക്ക് അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വിർച്വൽ ക്യൂ കഴിഞ്ഞതിന് ശേഷം ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണമെന്ന് ദേവസ്വം ബോർഡിന് കാലാകാലങ്ങളായി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് അവിടെ ഇക്കാര്യത്തിൽ ഡൈല്യൂട്ട് ചെയ്ത കാര്യങ്ങൾ, ദേവസ്വം ബോർഡിന് കൂടുതൽ ആളുകളെ കയറ്റണം എന്നുള്ള താല്പര്യത്തിലേക്ക് മാത്രം പോയതാണോ പ്രശ്നം? ഇതിനകത്ത് ഒരു ചെറിയ ഈഗോ പ്രശ്നം കൂടിയുണ്ട്. അത് നമ്മൾ അഡ്രസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. കാരണം ശബരിമലയിലെ വിർച്വൽ ക്യൂ ബുക്കിംഗ് നേരത്തെ നടപ്പാക്കിയിരുന്നത് പോലീസാണ്. അത് പോലീസ് ആസ്ഥാനത്ത്, എനിക്ക് തോന്നുന്നത് TCSO മറ്റോ ആണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവിടുത്തെ വിർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയത്. അത് പിന്നീട് ദേവസ്വം ബോർഡ്, അത് നേരത്തെ തന്നെ ഈ പോലീസിൻ്റെ ഇരിക്കുമ്പോഴും ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഈ ഏകോപനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു. PS പ്രശാന്ത് തന്നെ കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണ അന്ന് ശബരിമലയുടെ നോഡൽ ഓഫീസറായിരുന്ന അജിത് കുമാറുമായിട്ട് തർക്കം വരെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അജിത് കുമാർ പറഞ്ഞു, നിങ്ങൾ 18-ാം പടി നിങ്ങൾ നോക്കിക്കോ എന്ന് വരെ പരസ്യമായി അവലോകന യോഗത്തിൽ പറയുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ പിന്നീട് അത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു വിർച്വൽ ക്യൂ ബുക്കിംഗ്. അതിനകത്ത് പോലീസിനും അത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത്. അപ്പോൾ ആ സമയം പോലീസിന് അതിനകത്ത് ചെറിയ പരാതിയുമുണ്ട്. കാരണം പോലീസ് പറയുന്നത്, ഞങ്ങൾ വിർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പാക്കിയാൽ ഞങ്ങൾക്ക് ആ തിരക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. ഇപ്പോൾ പോലും ഈ വർഷത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ തിരക്കുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്, ഞങ്ങളാണെങ്കിൽ ഈ 70,000 അലോട്ട് ചെയ്യില്ല, 50,000 മുതൽ 60,000 താഴെ വരെ ഞങ്ങൾ അലോട്ട് ചെയ്യും, ബാക്കി സ്പോട്ട് ബുക്കിംഗ് കൊടുക്കും. അതിനനുസരിച്ച് ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട് എത്ര പേര് വരും ഓരോ സ്പോട്ടിലും. അപ്പോൾ ബോർഡർ ഇപ്പം ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പന്മാർ എരുമേലിയിൽ വരുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പോൾ ഇന്നലെ പോയല്ലോ, ഞങ്ങൾ മരക്കൂട്ടത്ത് മണിക്കൂറുകളാണ് അവിടെ ക്യൂവിൽ പെട്ടുപോയത്. അപ്പോൾ നമ്മൾ എല്ലാ കാലത്തും ശബരിമല ക്യൂ വലിയ ബ്ലോക്ക് വരുന്നത് മരക്കൂട്ടം ടു വലിയ നടപ്പന്തലിൻ്റെ മുകൾ ഭാഗം വരെയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ അപകടാവസ്ഥയുണ്ട്. കാരണം അവിടെ ഈ അയ്യപ്പന്മാർ കാട്ടിലേക്ക് ഇറങ്ങും. ഒരു തരത്തിലും വഴിയില്ല. അവിടെ കാട്ടിലേക്ക് ഇറങ്ങിയാൽ
താഴെ സന്നിധാനത്തേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. അത് കുട്ടികളുമായിട്ടൊക്കെയാണ്. പലപ്പോഴും അവർ ചെല്ലുന്നത് ക്യൂവിൻ്റെ മറ്റൊരു ഭാഗത്താകും. അവിടെ ക്യൂവിലേക്ക് വലിഞ്ഞു പിടിച്ച് കയറും. അപ്പോൾ ഈ ബ്ലോക്ക് ആവും, ഈ ക്യൂ പോകില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സർക്കാർ അല്ല ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഈ മരക്കൂട്ടം മുതൽ ഈ അതുപോലെ തന്നെ വലിയ നടപ്പന്തൽ വരെയുള്ള ഭാഗത്ത് ഒരിക്കലും ക്യൂവിൽ ജനങ്ങളെ പിടിച്ച് നിർത്തരുത്. അവിടെ അയ്യപ്പ ഭക്തരെ പിടിച്ച് നിർത്തിയാൽ വലിയ അപകടം. ഒന്ന് കാടാണ്, ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ തല കണ്ടാൽ മതി അവിടെ ആൾക്കാർ പാനിക്കാവും. മാത്രമല്ല വെള്ളം കിട്ടാനോ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കോ ഒരു സൗകര്യമില്ലാത്ത സ്ഥലമാണ്. അവരെ നിങ്ങൾ എരുമേലിയിലോ നിലയ്ക്കലോ പമ്പയിലോ ഇനി വലിയ നടപ്പന്തലിലാകെയോ നിങ്ങൾ ബ്ലോക്ക് ചെയ്തോളൂ. ഈ മരക്കൂട്ടം മുതൽ എന്തിനാണ് ഈ വലിയ നടപ്പന്തലിന്റെ മുകൾ ശരംകുത്തി ഭാഗത്തൂടെയുള്ള ശരംകുത്തി വഴി പോകുന്ന ഭാഗമാണ്. അവിടെ നിങ്ങൾ ഈ കൊടുങ്കാട്ടിൽ ആൾക്കാരെ, അതും 10,000-കണക്കിന് ആൾക്കാരെ മണിക്കൂറുകൾ 10 മണിക്കൂർ 12 മണിക്കൂറാണ് ആ സെക്ടറിൽ മാത്രം ഈ ക്യൂവിൽ കിടക്കുന്നത്. അവിടെയാണ് ഈ അപകടം. അവിടെയാണ് കുഞ്ഞുങ്ങൾക്ക് വിശന്ന് കരയുന്നത്. അവിടെയാണ് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കിട്ടാതെ പോകുന്നത്. പ്രായമായവർ തളർന്നു വീഴുന്നത്. അവിടെ കുഴഞ്ഞു വീണാൽ ഒരു പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാൻ പറ്റാത്ത സ്ഥിതിയാണ്. വലിയ ഭാഗ്യമാണ്. പ്രശാന്ത് ഒരു കാര്യം ചോദിച്ചു, കാരണം ഈ ഭരണസമിതി സ്ഥാനമെടുക്കുന്ന സമയമറിയാം, പീക്ക് ടൈമിലാണ്. അതുവരെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പല റീൽസുകളും ഇടുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശബരിമലയിൽ അവിടെ പണി നടക്കുന്നു, അവിടെ നിർമ്മാണങ്ങൾ നടക്കുന്നു എന്ന്. പക്ഷേ അതിനു മുമ്പ് ഈ ദേവസ്വം ബോർഡിന് അറിയില്ലേ 6 മാസം മുൻപ് കാര്യങ്ങൾക്ക് ഒരു അവലോകനം നടത്തണം, അതിൽ കൃത്യമായി എന്തൊക്കെയാണ് പാളിച്ചകൾ, ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ അറിയാമായിരുന്നില്ല. അവിടെ പിടിച്ചില്ല. ആ പിഴച്ചതിന്റെ ഉത്തരവാദിത്തം ആരെടുക്കും? ഇപ്പോഴെന്താണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിട്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ് മുന്നൊരുക്കങ്ങളൊക്കെ പാളിപ്പോയി എന്ന്. മറ്റൊന്നും സംഭവിക്കുന്നത് വലിയ ഭാഗ്യമല്ലേ? അതായത് ഒരു കാര്യം കൂടി, ഇന്നലെ ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്നലെ പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്, തൽക്കാലം ഈ വ്രതമെടുത്ത ആളുകൾ നിങ്ങൾ കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് വരാതിരിക്കാൻ കുറച്ച് ദിവസം കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന രീതിയിലൊക്കെ പറയേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ആ ഒരു ഗ്യാപ്പ് ഈ 13-ാം തീയതി അവർ ഇറങ്ങുന്നു, 15-ാം തീയതി അദ്ദേഹം കയറുന്നു. അദ്ദേഹം പ്രധാനമായും, ഞാൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് ആവശ്യത്തിന് ആളുകൾ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ദേവസ്വം ബോർഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതിനാവശ്യത്തിന് ആളുകൾ എത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒരു പ്രശ്നം അനന്ത നേരത്തെ പറഞ്ഞാൽ ഇത്തവണ വലിയ ക്യൂ ആണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഒരു 10-15 ദിവസം മുൻപ് തന്നെ ഒരുപാട് ദിവസങ്ങളിൽ, അത് 15 ദിവസത്തേക്ക് സ്ലോട്ട് അങ്ങ് ഫില്ലാകുകയാണ്. അപ്പോൾ ഒരു മുന്നൊരുക്കം ഇതിനകത്ത് ദേവസ്വം ബോർഡ് മാത്രമല്ല, പോലീസിനും വലിയ പങ്കാണ്. പോലീസാണ് അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ ജോലി എന്താണ്? അവിടെ വേണ്ട ഭക്തർക്കുള്ള സൗകര്യങ്ങൾ, അവിടുത്തെ പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രസാദം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്നദാനം, ഇതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ആ വീഴ്ച എന്തെന്നുള്ളത് ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അത് വിശദമായിട്ട് അതിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരു വശത്ത് അത് ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഉടൻ തന്നെ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ ദിവസവും 70,000-ഓളം പേര് ബുക്കിംഗ് ഉണ്ട്. അതിൽ ഏകദേശം 60,000-ത്തിലധികം പേർ വരുന്നുണ്ട്. സ്ലോട്ട് ബുക്കിങ്ങിൽ 20,000. ഈ മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള ഭാഗത്ത് 18 ക്യൂ കോംപ്ലക്സുകളുണ്ട്. അപ്പോൾ കെ ജയകുമാർ IAS അദ്ദേഹം ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം ഈ ക്യൂ കോംപ്ലക്സുകൾ പരമാവധി ഉപയോഗിക്കാനുള്ള നടപടിയിലേക്ക് അടുത്ത ദിവസം മുതൽ കടക്കാൻ പോവുകയാണ്. ഒരുപാട് അവിടെ പലപ്പോഴും ഈ ഭക്തരോട് നമുക്ക് കൂടി പറയാനുള്ളത്, ഈ ക്യൂ കോംപ്ലക്സുകൾ പലരും യൂസ് ചെയ്യുന്നില്ല. ഭക്തരെ സംബന്ധിച്ചുള്ള ഒരു വൈമുഖ്യം എന്തുകൊണ്ടുണ്ടാവും? നമ്മൾ സ്ഥിരമായി കാണുന്നത് എന്താണ്? തളർന്നു കയറി വരുന്നവർ വെറുതെ കുറച്ച് സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ രാത്രി സമയത്താണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി. അങ്ങനെയല്ല, ഈ ക്യൂ കോംപ്ലക്സ് എന്നത് നമ്മൾ വെർച്വൽ ക്യൂവിൽ ടൈം സ്ലോട്ട് വെച്ചാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം സ്ലോട്ടിൽ തന്നെ ഇപ്പോൾ പ്രജീഷ് ശബരിമല ദർശനം ആഗ്രഹിക്കുന്നത് വൈകിട്ട് 7 മണിക്കാണെങ്കിൽ ആ 7 മണിക്ക് സന്നിധാനത്തേക്ക് കടക്കുന്ന രീതിയിൽ പ്രജീഷിനെ അവിടെ ഈ ക്യൂ കോംപ്ലക്സിൽ 18 ക്യൂ കോംപ്ലക്സിലുണ്ട്, അവിടെ ഹോൾഡ് ചെയ്ത് ഈ സമയത്തിന് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറുതെ ഒരു സ്തൂപം പോലെ പണിഞ്ഞിട്ടിരിക്കുന്നില്ല. ഇത് കൃത്യമായി ഉപയോഗിക്കുക. അവിടെ വേണം വെള്ളവും ബിസ്ക്കറ്റും ഇതൊക്കെ നൽകേണ്ടത്. പിന്നെ അവിടെ അനൗൺസ്മെന്റിന് ഇത്ര മണിക്ക് നിങ്ങൾക്ക് ഈ സ്ലോട്ടിലുള്ളവർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. ഈ രീതിയിൽ അതൊരു സിസ്റ്റമാറ്റിക്. ഒരു കാര്യം, എന്തായാലും ഈ ഒരു ദുരനുഭവം ഇനി ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതായത് ഉണ്ടാകില്ല എന്ന്, കാരണം ഇതൊരു വലിയൊരു വലിയ ആദ്യ ദിവസം, അതായത് 2ാമത്തെ ദിവസം വൃശ്ചികം 2-ാം തീയതി തുടങ്ങിയതുകൊണ്ട് ഒരു അത് പരിഹരിക്കാൻ പറ്റും. അത് കയ്യിലൊതുങ്ങി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇന്ന് സുഗമമായി കാര്യങ്ങൾ നടക്കുന്നു. അവിടെ ഒരു സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒന്ന്, നിലയ്ക്കൽ മുതൽ ഈ ക്യൂ കൃത്യമായി ഘട്ടംഘട്ടമായി നിയന്ത്രിച്ച് മാത്രം കടത്തിവിട്ടാൽ മാത്രമേ ശബരിമലയിലെ തിരക്ക്, സന്നിധാനത്തെ തിരക്ക്. അനന്തരം ഒരു കാര്യം നമുക്ക് ഭക്തരോട് കൂടി പറയാനുള്ള കാര്യം അതുകൂടി എടുത്തു പറയണം. അവിടെ എല്ലാ രീതിയിലും
ഉദ്യോഗസ്ഥരായാലും പോലീസൊക്കെ ആ 18ാം പടിയിൽ തന്നെ നല്ല രീതിയിൽ പ്രയത്നിക്കുകയാണ്. അവരൊക്കെ നടത്തുന്ന പ്രയത്നം കൊണ്ടൊക്കെ ഒരുപാട് നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള അത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്കൊക്കെ അവർ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഈ പറയുന്ന സെക്ടറായിട്ട് ഇനി തിരിക്കാൻ നിർദ്ദേശം നൽകുകയാണ്. അവിടെയൊക്കെയുള്ള ഭക്തരുടെ സഹകരണം, പിന്നീട് ഇത്തരം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ മാലയിട്ടിരിക്കുന്ന ഭക്തരോട് നമുക്ക് ഓർമ്മിപ്പിക്കാറുള്ളത്? അവിടുത്തെ അനുഭവം വെച്ച് അനന്തം കണ്ട രീതി വെച്ചാണെങ്കിൽ അവിടെ ഭക്തർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് സ്വയം നിയന്ത്രിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, വ്രതമെടുത്താണ് ശബരിമലയിൽ പോകുന്നത്. പിന്നെ സുഗമമായ ഒരു തീർത്ഥാടനം അല്ലെങ്കിൽ ഒരു വിനോദയാത്രയൊന്നും അല്ല ശബരിമലയിൽ. അവിടെ ദുർഘടമായ രീതിയിൽ തന്നെയാണ് പോയി കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ച് ദർശനം ലഭിക്കുകയുള്ളൂ. മുമ്പ് കാട്ടിലൂടെ പോയിട്ടൊക്കെയാണ് അവിടെ അയ്യപ്പന്മാരെത്തിയിരുന്നത്. എന്നാണോ ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ള ആ ഡേറ്റിൽ ബുക്ക് ചെയ്യുക, ആ ദിവസം തന്നെ മാത്രം പോവുക. മാത്രമല്ല, പരമാവധി നിങ്ങൾക്ക് സന്നിധാനത്ത് ദർശന ടൈം തന്നിരിക്കുന്നതും പമ്പയിലെ റിപ്പോർട്ടിംഗ് പോയിന്റിലുള്ള സമയവും ആ സമയക്രമം കൃത്യമായി പാലിക്കുക. അത് ഭക്തരെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ പമ്പയിലെത്തുന്ന സമയം എത്രയാണെന്ന് കൃത്യമായി അറിയാൻ പറ്റും. അവർ സന്നിധാനത്ത് എത്തേണ്ട സമയം എത്രയാണെന്ന് മുൻകൂട്ടി അറിയാനും പറ്റും. അത് കൊടുത്തിട്ടാണ് ഇവർക്ക് വിർച്വൽ ക്യൂ ബുക്കിംഗ് കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഈ വിർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ പലപ്പോഴും താമസിക്കും. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കയറി അവർ ഒരുപാട് ലേറ്റാവും. ചിലപ്പോൾ അനുവദിച്ചിരിക്കുന്ന അത് റിപ്പോർട്ടിംഗ് സമയത്തേക്കാൾ കൂടുതൽ സമയമെടുത്ത് 2-3 മണിക്കൂർ കഴിഞ്ഞാകും ചിലപ്പം പമ്പയിലെത്തുക. ശബരിമലയിൽ തിരക്ക് വേണ്ടേ? തിരക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം കോവിഡ് കാലത്തൊക്കെ തിരക്കില്ലായിരുന്നപ്പോൾ വലിയ പ്രതിസന്ധിയായിരുന്നു. തിരക്ക് വേണം, പക്ഷെ തിരക്ക് ഇതിനകത്ത് നീലിമല മുതൽ, അതായത് നീലിമല ബോട്ടം മുതൽ അങ്ങ് വലിയ നടപ്പന്തൽ വരെയുള്ള പ്രദേശം, ആ പ്രദേശത്ത് ആൾക്കാരെ തടഞ്ഞു നിർത്തുന്ന പരമാവധി ഒഴിവാക്കണം. നിങ്ങൾ വലിയ നടപ്പന്തൽ തൊട്ട് ക്യൂ തുടങ്ങിക്കോളൂ. പമ്പയിലും ആളെ തടഞ്ഞു നിർത്താം. പക്ഷെ പമ്പയിലൊക്കെ നിർത്തിയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കാനും പ്രാഥമിക സൗകര്യങ്ങൾക്കൊക്കെ എല്ലാം സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ മല കയറുന്ന ഭാഗം, അതായത് ആ മലയുടെ പൂർണ്ണമായും കാനനപാതയാണ്. 2 വശത്തും ആളുകളെ കാടാണ്. മാത്രമല്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്ന് പോയാൽ മണിക്കൂറുകൾ നിന്ന് പോകാൻ മാത്രമേ കഴിയൂ. പിന്നെ ഇത്തവണ ഈ മുന്നൊരുക്കത്തിൽ ഏറ്റവും വലിയ പാളിച്ച, അവിടെ നമുക്ക് വോളണ്ടിയേഴ്സിനെ കിട്ടാൻ ഈ സംസ്ഥാനത്ത് യാതൊരു പ്രയാസവുമില്ല. 1-ാം തീയതി നട തുറക്കുമെന്നുള്ള കാര്യം അറിയാം. എന്തുകൊണ്ടാണ് നീലിമല മുതൽ ഈ വലിയ നടപ്പന്തൽ വരെ വോളണ്ടിയേഴ്സിനെ ഇടാഞ്ഞത്? സാധാരണ കുടിവെള്ള വിതരണമുണ്ട്, ചൂട് വെള്ളമാണ് കൊടുക്കുന്നത്. ക്ലീൻ ചെയ്തിട്ടില്ല, അവിടുത്തെ ശൗചാലയം ഒന്നും വൃത്തിയാക്കിയിട്ടില്ല, മെസ്സ് പോലുമില്ല. അപ്പോൾ അങ്ങനെ നിരവധി പരാധീനതകളുടെ നടുവിലാണ് ഈ വൃശ്ചിക മാസം 1-ാം തീയതി ശബരിമല നട തുറന്നത്. അതിനാണ് കോടതി ചെവിക്ക് പിടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉന്നയിച്ച്, ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീർത്ഥാടകർ ഈ നിയന്ത്രണങ്ങളോട് പരമാവധി സഹകരിക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട സ്പോട്ടായി നിലയ്ക്കലടക്കം മാറി 6 സെക്ടേഴ്സ്, ഇതൊരു കാനന ക്ഷേത്രമാണ്. അപ്പോൾ വനനിബിഡമായിട്ടുള്ള കാടാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പരിമിതികളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ദർശനം പൂർത്തീകരിക്കാനും സുഗമമായി അയ്യപ്പനെ കണ്ട് പാതി വഴിക്ക് മാലയൂരി തിരികെ പോകാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും വേണം. അതിനുവേണ്ടി ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കണം, സർക്കാർ.